കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിലെ പൂടങ്കല്ല് മുതൽ ചിറങ്കടവ് വരെയുള്ള റോഡ് നവീകരണത്തിലെ അനാസ്ഥയ്ക്കെതിരെ ജനകീയ സമരവുമായി മലനാട് വികസന സമിതി തെരുവിലിറങ്ങി. ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തിയ ചക്രസ്തംഭന ഉപവാസ സമരങ്ങളിൽ പ്രതിഷേധം ഇരമ്പി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിലെ പൂടങ്കല്ല് മുതൽ ചിറങ്കടവ് വരെയുള്ള ഭാഗത്തെ നവീകരണ പ്രവൃത്തിയിൽ അധികാരികൾ കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് മലനാട് വികസന സമിതി ബഹുജനങ്ങളെ അണിനിരത്തിയുള്ള പ്രത്യക്ഷ സമരവുമായി തെരുവിലിറങ്ങിയത്. ഗാന്ധി ജയന്തി ദിനത്തിൽ ബളാന്തോട് കേന്ദ്രീകരിച്ച് നടത്തിയ ചക്രസ്തംഭന സമരത്തിലും ഏകദിന ഉപവാസ സമരത്തിലും അനേകം പേർ പങ്കെടുത്തു. കാലങ്ങളായി കൊടിയ യാത്രാ ദുരിതം അനുഭവിച്ചു വരുന്ന ജനതയുടെ ആത്മരോഷം സമരത്തിൽ പ്രതിഷേധത്തിന്റെ തിരയിളക്കങ്ങളായി മാറി. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിനോഡ് സക്കറിയ ജനകീയ സമരം ഉദ്ഘാടനം ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 31-ാം തീയതി കരാറുകാരൻ എന്താ പറയുക, നമ്മുടെ ഈ KRFPക്ക് FPയുടെ മുകളിൽ പഴിചാരി അതോടൊപ്പം തന്നെ അവര് കുറെ എക്സ്പ്ലനേഷനും കൊടുത്ത് അത് ബഹുമാനപ്പെട്ട നമ്മുടെ MLAക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട PWD ഉദ്യോഗസ്ഥർക്കും അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവര് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ. നമുക്കറിയാം ഈ ഒരു പാലങ്ങളും മറ്റു സ്ഥലങ്ങളൊക്കെ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും നടക്കുന്നത് 1 മാസം 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 മാസം കൊണ്ട് പണി തീരുമ്പോൾ നമ്മുടെ ഈ റോഡ് എത്ര വർഷങ്ങളായി, ഇവിടെ ബഹുമാനപ്പെട്ട അൽകുമാർ സൂചിപ്പിച്ചു, എത്ര വർഷങ്ങളായി താറിടാൻ വേണ്ടി തുടങ്ങിയിട്ട്, എത്ര വർഷങ്ങളായി ഇതിന്റെ അലൈൻമെന്റ് നടത്താൻ വേണ്ടി തുടങ്ങിയിട്ട്. ഈ കുഴികളും ബ്രിട്ടീഷ് സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുഴികളും അതുപോലെ തന്നെ കയറ്റങ്ങളും ഇറക്കങ്ങളും അല്ലാതെ ഇന്നും ബാക്കി എന്തെങ്കിലും കൃത്യമായിട്ട് ഇത് നേരെ വന്നിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇത്തരം പരിപാടി നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഒരു മുന്നറിയിപ്പ് കൂടെയാണ്. നമ്മൾ ഇത് വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്തില്ല എങ്കിൽ ഇതിലും വലിയ ജനരോഷം ഉണ്ടാകും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ K. അഹമ്മദ് ഷരീഫ് മുഖ്യാതിഥിയായി സമരത്തിൽ പങ്കെടുത്തു. മലനാട് വികസന സമിതി ചെയർമാൻ R. സൂര്യനാരായണ ഭട്ട് അധ്യക്ഷനായി. സമിതി ജനറൽ സെക്രട്ടറി B. അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടകനുള്ള ആദരവർപ്പിച്ചു. സിനോജ് ചാക്കോ, രാധാസുകുമാരൻ, KK വേണുഗോപാൽ, KJ സജി, വിൻസെന്റ്, പത്മകുമാരി, കുഞ്ഞമ്പു നായർ, സുപ്രിയ ശിവദാസ്, പ്രീതി തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും വ്യാപാരി പ്രതിനിധികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളും JCI ഭാരവാഹികളും റാണിപുരം ഇക്കോ ടൂറിസം റിസോർട്ട് അസോസിയേഷൻ പ്രതിനിധികളും ചുമട്ടുതൊഴിലാളികളും ലയൺസ് ക്ലബ്ബ് പ്രതിനിധികളും KPC രാജപുരം ഫെറോന പ്രതിനിധികളും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളും കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് നിന്നും പാണത്തൂർ വരെ 42 കിലോമീറ്റർ ദൂരം വരുന്ന സംസ്ഥാന പാതയുടെ ഘട്ടം ഘട്ടമായുള്ള മെക്കാഡം ടാറിംഗ് പ്രവൃത്തിക്ക് 15 വർഷം മുമ്പാണ് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി പൂടങ്കല്ല് മുതൽ ചിറങ്കടവ് വരെയുള്ള 17.2 കിലോമീറ്റർ ദൂരത്തെ നിർമ്മാണം 2 വർഷം മുമ്പേ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതുവരെയായി 9 കിലോമീറ്റർ ദൂരത്തിൽ ആദ്യഘട്ട ടാറിംഗ് മാത്രമാണ് പൂർത്തിയാക്കിയത്. നിശ്ചിത കാലാവധിയായ 18 മാസത്തിനകം പണി പൂർത്തീകരിക്കാനാകാത്തതിനാൽ കരാറുകാരന് 9 മാസം കൂടി നീട്ടി നൽകിയിരുന്നു. ഈ അവധിയും കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡ് നവീകരണം എങ്ങും എത്താത്ത പ്രത്യേക സാഹചര്യത്തിലാണ് എല്ലാ തരത്തിലും പൊറുതിമുട്ടിയ മലയോര ജനത ഒന്നടങ്കം മുന്നറിയിപ്പെന്ന പ്രതിഷേധവുമായി തെരുവിലിറങ്ങാൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, രാജപുരം.